വിഷുവിന്റെ ഐതിഹ്യം അറിയാം. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. വിഷുവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഐതിഹ്യങ്ങൾ ഉണ്ട്. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, ത്രേതായുഗത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീതാന്വേഷണത്തിനു വേണ്ടി സഖ്യത്തിൽ ഏർപ്പെട്ടു. ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുക എന്നതായിരുന്നു സീതാന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന. സുഗ്രീവന്റെ നിബന്ധന അംഗീകരിച്ച രാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യുവാൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ബാലിയെ മറഞ്ഞിരുന്നു ബാണമെയ്തു രാമൻ ബാലിയെ വധിച്ചു. ഒരു മരത്തിനു പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ ബാലിയെ വധിക്കുന്നത്. പിന്നീട് എല്ലാവരും ഈ മരം കാണുമ്പോൾ ബാലിയെ കൊന്ന മരം എന്ന് വിളിക്കാൻ തുടങ്ങി. അത് പിന്നീട് കൊന്ന മരമായി മാറി. ഇതിൽ മനം നൊന്ത ആ മരം ഒരു തെറ്റും ചെയ്യാത്ത താൻ ബാലിയെ കൊന്നതിന്റെ പഴി കേൾക്കേണ്ടി വരികയാണ്.